ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് കൊടുക്കുന്ന, ജോലി സാധ്യതയും നല്ല വെതറും PR പോസിബിലിറ്റിയും ഉള്ള രാജ്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഓസ്ട്രേലിയ എന്നാണ്. ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുക്കുക എന്നാണ് എന്നോട് അഡ്വൈസ് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും നല്ല രാജ്യമാണെങ്കിലും ഓസ്ട്രേലിയയുടെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ശരിയായ രീതിയിൽ ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം മാത്രം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തത് 50% ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ പ്രധാന റീസണുകളായിട്ട് പറയുന്നത്, ഒന്ന്, സ്റ്റുഡൻസ് ഓസ്ട്രേലിയയുടെ യൂണിവേഴ്സിറ്റി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി വഴിയല്ല സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുന്നത്. രണ്ടാമത്തേത്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ആണ് പല കുട്ടികളും സബ്മിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, നിങ്ങളുടെ ഇൻറ്റൻഷൻ, പഠിക്കാനായിട്ടുള്ള ഇൻറ്റൻഷൻ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ഈസി ആയിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഓസ്ട്രേലിയയിലൂടെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് എന്നറിയണമെന്നുണ്ടെങ്കിൽ 10ഓളം യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഓഫീസിൽ ഈ ജനുവരി മാസം 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഒരു ഫ്രീ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ആ ഒരു കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓസ്ട്രേലിയയുടെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ഫയൽ ചെയ്യാനായിട്ട് നോക്കുക.